ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി, നന്ദു, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇപ്പം നിൽക്കുന്നത് ദേവഭൂമിയിലാണ്. ഉത്തരാഖണ്ഡ് ഒരു കേദാർനാഥ് ബദ്രിനാഥ് യാത്രയ്ക്കുള്ള തുടക്കത്തിലാണ്. ഞങ്ങൾ ഇന്നലെ ഡൽഹിയിൽ വന്നു. ഇന്നലെ അവിടെ നിന്ന് ഋഷികേശെത്തി. രാത്രി കുറച്ച് ലേറ്റായി ഇവിടെ വന്ന് കിടന്ന് റൂമെടുത്ത് ഉറങ്ങി. ഇപ്പം എണീറ്റു. അപ്പോൾ സമയം രാവിലെ 6 മണിയാവുന്നു. നമ്മുടെ ബസ് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബസ് വന്നു. ബാഗിൽ ലഗേജൊക്കെ കയറ്റി. ലഗേജൊന്നുമില്ല, ഒരു ബാഗ് അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ബസ്സിനകത്തോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബസ്. 24 സീറ്റുള്ള കുട്ടി ബസ്. ഞങ്ങൾ ബസ്സിനകത്ത് കയറി. നല്ല രസം. ഫുൾ സിറ്റിങ്. ഇത് പോരാഞ്ഞിട്ട് ഡ്രൈവർ ക്യാബിനകത്ത് ഒരാൾക്കാരുണ്ട്. ഹായ്. നന്ദുമോൻ എവിടെ? നന്ദുമോൻ ഞങ്ങൾ കയറി സെറ്റായി. നമ്മുടെ സീറ്റ് നമ്പർ 1, 2, 3 ഒക്കെയാണ് അവർ പറഞ്ഞത്. നമ്മൾ കയറിയപ്പോൾ 1-ലും 2-ലും ആൾക്കാർ. നോൺ എ സി ബസ്സാണ്. ഒരു ബാഗുണ്ട്, വലിയ ബാഗും. അതിനകത്താണ് നമ്മുടെ ടെൻറ്റും സാധനങ്ങളൊക്കെ. ടെൻ്റ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരികയാണെങ്കിൽ, ഈ കേസ് റൂമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻറ്റിൽ കിടക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ എടുത്തോണ്ട് വന്നേ. അതെന്താണെന്നൊന്നും അറിയില്ല. നോക്കാം എന്തായാലും. നമ്മുടെ ഇനിയിപ്പോൾ യാത്ര തുടങ്ങാറായി. അത്യാവശ്യം രാവിലെ 25 ഡിഗ്രിയൊക്കെയാണ്. 39 ഡിഗ്രി എങ്ങാണ് ഇവിടുത്തെ ഹൈസ്റ്റ് കാണിക്കണം. അത്രയൊന്നും നമ്മൾ പോകേണ്ടിയല്ല. അതിന് മുന്നേ മലയിലോട്ട് കയറുന്നുണ്ടോ. പിന്നെ ബാക്കി നമുക്ക് പോകുന്ന വഴികൾ ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പം സമയം ഒരു 8:30 കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഇടയ്ക്കൊരു ഹോട്ടലിൽ കയറി കഴിക്കാൻ പറ്റി. എല്ലാവരും റൊട്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കുന്നുമല കയറിയാണ് പോകുന്നത്. നമ്മുടെ വണ്ടിക്കാരൻ ടെറർ ഓടിക്കലൊക്കെയാണ്. വാഗസ്റ്റേഡിന്റെ അപാര വേർഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പോകുന്ന വഴിയുമായി കാണും. സമാധാനം വണ്ടി കയറി ബാക്കി. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ നിർത്തിയ ഹോട്ടൽ. എല്ലാ വണ്ടികളും ഇവിടെയൊക്കെ തന്നെ. കുറേ വണ്ടികളാണ്. കുറേയിലൊരു മലയുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ വീട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. എന്തായാലും ബസ് ഇപ്പോൾ എടുക്കുമായിരിക്കും. നമ്മൾ കുറച്ച് നേരം വെളിയിൽ നിന്നൊന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ട് അകത്തോട്ട് കയറാമെന്ന് ചോദിച്ചു. ബസ് ഇവിടുത്തെ ഇതിലെ കൂടെ ഓടുന്ന ബസ്സുകളൊന്നും മിക്കവാറും AC ഒന്നുമില്ല. നമ്മുടെ ഈ ട്രാവൽസും ഗവൺമെൻറ്റും ഒക്കെ. പിന്നെ ഈ വലിയ ലക്ഷറി AC ബസ്സൊക്കെ വരുന്നത് അതും 50 ലക്ഷറി വണ്ടികൾ വരുന്ന വണ്ടികളിലൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നോൺ AC വണ്ടികളാണ്. AC വണ്ടികളൊക്കെ കാണാൻ കിട്ടുന്നത് ഇല്ല. AC ആവശ്യം വരില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഗംഗാ നദി ഉണ്ടാകുന്ന സ്ഥലത്തൂടെ ആണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നാണ് ആക്ച്വലി ഗംഗാ നദി ഗംഗയായിട്ട് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് ഭാഗീരഥി, ഒരു സൈഡിൽ നിന്ന് അളകന്ന നദിയും കൂടെ വന്ന് മെർജ് ചെയ്ത് ഗംഗയായിട്ട് ഒഴുകും. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ ഇത്തിരി മേളിൽ കൂടെ വയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കതിന് വ്യൂ ഇല്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ പാലം ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ നീല നിറത്തിൽ ഒഴുകുന്നത് ഭാഗീരഥിയാണ്. ആ ദൂരെ ചെറുത് നിർത്തിക്കാവുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടെ അവിടുത്തെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് ഗംഗയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റോഡ് തിരിഞ്ഞിട്ട് ഇനി മോസ്റ്റ് ഓഫ് ദ എന്താ നമ്മുടെ റൂട്ടിൽ മൊത്തം
ഈ അളകനന്ദ നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഭയങ്കര ചെളി പിടിച്ച് ചെളി പിടിച്ചെന്നല്ല പറയുന്നത്, എന്തോ ഇങ്ങനെ ഒരു രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അളകനന്ദ ആക്ച്വലി. അപ്പം നമുക്ക് ഇപ്പം താഴെക്കൂടെ നോക്കി കാണാം, നല്ല ചെളി നിറത്തിൽ അടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു കാഴ്ച നമുക്ക് ഇനി ത്രൂ ഔട്ട് ഒരുപാട് ദൂരം കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇനി പോകാനൊരു 39 കിലോമീറ്റർ ദൂരം ബാക്കിയുണ്ട് ഗൂഗിൾ മാപ്പിനകത്ത് നോക്കുമ്പോൾ. പക്ഷേ ഒരു മണിക്കൂറായിരുന്നു ബ്ലോക്കാണ്. അങ്ങനെ ബ്ലോക്ക് അതിങ്ങനെ തുടങ്ങി ഈ വളവും കഴിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി എപ്പോൾ എടുക്കുന്നറിയില്ല. മിക്കവാറും അവിടെ എത്തുമ്പോൾ വൈകുന്നേരമാവും. 39 കിലോമീറ്റർ റണ്ണിങ് ടൈം 1.25 മണിക്കൂറോ അങ്ങനെ എന്താണ് കാണിക്കണം. ആ സമയത്തൊന്നും എന്തായാലും എത്തണമെന്ന് നമ്മൾ നല്ല എന്തോ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. റോഡ് എന്തോ ബ്ലോക്കാണ് എന്താണ് കേട്ടതുപോലെ തോന്നിയത്, അറിയില്ല. എന്തായാലും വന്ന് കിട്ടും. ഈ സമയം പോലെ പോവാം. നാളെ നമ്മൾ കയറുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. 35-36 ഡിഗ്രി കണ്ടൊക്കെ ഉണ്ട് ചൂട്, പക്ഷെ വലിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാറ്റൊക്കെ ഉണ്ട്. വണ്ടിയുടെ അകത്ത് കയറിയിരുന്നാലേ ഉള്ളൂ ചെറിയ ചൂടുകൾ. ഇപ്പം സമയം 9:45. ഞങ്ങൾ ഇനി എന്താ പറയുക, സോനപ്രയൊക്കെ എത്താൻ വേണ്ടി കുറേ ദൂരമുണ്ട്. കുറേ ദൂരമല്ല, ഒരു 4 കിലോമീറ്ററാണ്. ഇങ്ങനെ പതുക്കെ അനങ്ങിയ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല വ്യൂ ആണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. വ്യൂ കാണിച്ചാൽ ഇങ്ങനെ കിലോമീറ്ററുകളോളം ക്യൂ ഉണ്ട്. ഇങ്ങനെ കിടക്കുന്നു. എത്തുമ്പോൾ എത്തിയെന്ന് പറയാം. 11:30 ഏകദേശം എത്ര മണിക്കൂർ? 10-15 മണിക്കൂർ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് റൂം കിട്ടി ഇവിടെ റാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആക്ച്വലി എന്താ പറയുക, സീതാപൂർ വരെയൊക്കെ പോകേണ്ടായിരുന്നു, പക്ഷെ ഇനി വയ്യ. ഇവിടെ ഇനി ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇവിടെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇവിടെ തങ്ങിയിട്ട് 10 പേരുടെ ഒരു ഡോമറ്റർ കിട്ടി. ഞങ്ങൾ 5 പേരേ ഉള്ളൂ. പക്ഷേ പേയ്മെൻറ്റ് കൊടുത്ത് അതങ്ങ് എടുത്തു. എന്നിട്ട് ഇനി നാളെ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയി. ഇന്നിപ്പോൾ എന്താ, ഇന്ന് ഞായറാഴ്ച അല്ല, ഇന്ന് തിങ്കളാഴ്ച രാവിലെ. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ നിന്ന സ്ഥലത്തുനിന്ന് ഡ്രസ്സൊക്കെ ചെയ്തിറങ്ങി. സമയം ഏകദേശം 7:30 ആയി. സമയത്ത് വളരെ സമാധാനത്തിൽ ഇറങ്ങുന്നത്. ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് സോൻപ്രയാഗ് പോകണം. സോൻപ്രയാഗിലേക്ക് വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത്. സോൻപ്രയാഗിൽ നിന്ന് ഗൗരികുണ്ടിൽ നിന്ന് നടത്താൻ തുടങ്ങും എന്നാണ് വിശ്വാസം. ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്ത് കഴിക്കാൻ കയറിയതല്ല. ഇതിപ്പോൾ നമ്മൾ സീതാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് സോൻപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലം. 4 കിലോമീറ്റർ സോൻപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ നിന്ന് പിന്നെ ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഈ എന്താ പറയുക, ഗൗരികുണ്ടം ഗൗരികുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ആക്ച്വലി അതാണ് ഗൗരികുണ്ടം ആക്ച്വലി ബേസ് ക്യാമ്പ് പറയും. അവിടെ നിന്നാണ് നമ്മൾ ഈ കയറേണ്ട. നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. അവരവിടെ ഉണ്ടാക്കി ഫ്രഷായിട്ട് ഉണ്ടാക്കുക, ഇവിടെ സെർവ് ചെയ്യുക. ഞങ്ങളത് ഫ്രഷായിട്ട് കഴിക്കും. അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം. നല്ലോണം രാവിലെ ഫില്ല് ചെയ്തിട്ട് കയറാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിയിൽ ഇടയ്ക്കിടയ്ക്കുള്ള അവസ്ഥ എന്താണെന്നറിയില്ല. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് രാവിലെ. ഒരു 11-12 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. മേളിൽ ഇനിയും കുറയും. മേളിൽ ഇപ്പം നോക്കിയപ്പോൾ ഹയസ്റ്റ് കാണിക്കുന്നത് 7 ഡിഗ്രി ഒക്കെയാണ്. 1 തുടങ്ങി ജസ്റ്റ് കയറി തുടങ്ങിയുള്ളൂ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവർ കൺട്രോൾ ചെയ്ത് കുറേശ്ശെയാണ് ആൾക്കാരെ കയറ്റി വിടുന്നത്. ഹരിക്കുട്ടൻ ഇവിടെ എന്ത് പോയോ? ഞങ്ങൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുറകെന്ന് അധികം ആളില്ല, പക്ഷെ മുമ്പിലോട്ട് ഇത്ര ആൾക്കാർ ഇവർ വിളിച്ച് കയറ്റിവെക്കുകയാണ്. അവിടെ നിന്ന് ഇടയ്ക്ക് വണ്ടികളും വരുന്നുണ്ട്.
ഞങ്ങളപ്പോൾ എവിടുന്ന നമ്മുടെ സോനപ്രയാഗിൽ നിന്ന് കയറി തുടങ്ങി. ഇവിടുന്ന് ഷെയർ ടാക്സി ഒക്കെ ഉണ്ടെന്നാണ് പറയണത്, പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല. കണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇടിയായിരിക്കും, ഭയങ്കര തിരക്കാണ്. കാണിച്ചു തരാം. കേട്ടോ, കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടാവും ഗൗരികുണ്ടിലോട്ട്. ഗൗരികുണ്ടാണ് ആക്ച്വലി ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലം. ദെൻ അവിടെ നിന്ന് 17 കിലോമീറ്ററാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായി. ശനിയാഴ്ചയാണ് ഇറങ്ങിയത്, ഇപ്പോൾ തിങ്കളാഴ്ചയായി. ഇന്ന് കയറി നമ്മുടെ സമയം കിട്ടുമ്പോൾ തൊഴുതേച്ച് നാളെ തിരിച്ചിറങ്ങി നാളെ വീണ്ടും സോനപ്രയാഗിൽ എവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് മറ്റന്നാൾ നമുക്ക് ബദ്രീനാഥിലോട്ടുള്ള ബസ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാന്. എക്സ്ട്രാ ഒരു ബാഗ് ഉണ്ടായിരുന്നത്, ഈ ബാഗിനകത്ത് കുറച്ച് എക്സ്ട്രാ ലഗേജ് ഉണ്ടായിരുന്നത് നമ്മൾ ക്ലോത്ത് റൂമിനകത്ത് വെച്ചിട്ട് നാളെ 12 മണി വരെ എങ്ങാണ്ടുണ്ടായ ടൈം കൊടുത്താണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം കൈ 2 ഫ്രീ ആണ്. കയ്യിൽ നമ്മുടെ ട്രക്കിംഗ് സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ എന്താ പറയുക ട്രക്കിംഗ് സീസൺ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഇവർ റൂം റെൻ്റൊക്കെ ആക്ച്വലി ഡിസൈഡ് ചെയ്തേക്കുന്നത് മെയ് തൊട്ട് ജൂൺ വരെയും പിന്നെ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയോ അങ്ങനെ എന്തോ 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ ഈ എന്താ പറയുക ആ ടൈമിൽ ഈ സെപ്റ്റംബറൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഓഫ് സീസൺ ആയിരിക്കും. ഇച്ചിരി കൂടെയൊക്കെ ചിലപ്പം തിരക്ക് കുറഞ്ഞൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഇതിപ്പോൾ നല്ല ഇടിയാണ്. ഞങ്ങൾ റൂം എടുത്താലോ റൂം കിട്ടുകയാണ്, റൂം ഇല്ലെങ്കിൽ ടെൻ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. കയ്യിൽ ടെൻ്റ് ഉണ്ട്. ഇന്നലെ എന്തായാലും നമുക്ക് റൂം കിട്ടി, താഴെ വലിയ പ്രശ്നം ഉണ്ടായില്ല. മേളിൽ നല്ല രീതിയിൽ ആൾ കയറുന്നുണ്ട്. ഇത്രയും പേരെ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലം മേളിലുണ്ടോയെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇൻ കേസ് നമുക്ക് റൂം കിട്ടിയില്ല വെച്ചാൽ ടെൻ്റ് അടിക്കുന്ന പോലെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഹെലികോപ്റ്റർ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇടയ്ക്കിടയ്ക്ക് പറക്കുന്നുണ്ട്. ഇനി വരുമ്പോൾ തന്നെ കാണിച്ചത് ഇതിലൂടെയാണ് പോകുന്നതെന്ന്. ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ നോർമൽ വണ്ടി ഷട്ടിൽ സർവീസ് അടിക്കും പോലെ ആളിനെ ഇറക്കും തിരിച്ച് കയറ്റി വരും, അങ്ങനത്തെ പരിപാടി. നമ്മുടെ യാത്ര ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഗൗരികുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. താഴേന്ന് നടന്ന് സോൻപ്രയാഗിൽ നടന്ന് ഗൗരികുണ്ട് വരെ എത്തി. എല്ലായിടത്തും തിരക്കാണ്. വെള്ളം ഒരു ബോട്ടിൽ ഞങ്ങൾ എടുത്തു. പിന്നെ വഴിക്കുന്ന ഫില്ല് ചെയ്ത് പോവാണ്. ബിസ്ലേരി ഉണ്ട് ഇവിടെ, കിട്ടുന്നുണ്ട് മിനറൽ വാട്ടർ. സോ അത് മേടിച്ച് ഞങ്ങളുടെ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചൊഴിച്ചാണ് പോകണം. ഒറിജിനലാണെന്ന് വിശ്വസിക്കാം, വഴിയിൽ നിന്നുള്ള വെള്ളം എടുക്കാൻ വയ്യാതൊന്നാണ്. അതെ, സംഭവം സ്പെല്ലിങ് കറക്റ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഈ കുതിര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഇവർ കുതിരയെ കൊണ്ടുവരും. പറന്ന് കുതിരകളാണ്. ഇതിൻ്റെ ചവിട്ടുള്ളതാണ് നോക്കണം. കുതിര നോക്കില്ല, നമ്മൾ നോക്കണം. ഇതാണ് ഇവിടെ കുതിര പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം. അതങ്ങ് തഴയുന്നുണ്ട്. അതെ, കുതിരപ്പുറത്ത് ആൾക്കാർ എടുത്തോണം വരണം. മൊത്തം തിരക്കാണ്. ആൾക്കാരും കുതിരയും എല്ലാം ഒരു സ്ഥലത്തേക്കാണ് പോണേ. ഇവര് സൈഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പോകണം, ഇല്ലെങ്കിൽ കുതിര നമ്മളെ ചവിട്ടിക്കൊണ്ട് പോയി. ആണ് അവസ്ഥ. ഇങ്ങനെ തിരക്കാണ്. മിക്കവാറും മേളിൽ വരെ ഈ ലെവൽ തിരക്കായിരിക്കും. ഞങ്ങൾ രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നു. ആള് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ കുതിര വരും. ഭയങ്കര കൺജഷനാണ്. ശരിക്കും നമ്മുടെ ട്രക്കിംഗ് ഇപ്പോഴാണ് തുടങ്ങണം. ഇതാണ് ഗൗരികുണ്ടിയിൽ നിന്നുള്ള ട്രക്കിംഗ് തുടക്കം. ഇവിടെ ഈ കുതിരകളുടെ താഴെ പാസ് കൊടുത്ത് കുതിര എടുത്തിട്ട് മറ്റേ പാസ് കൊടുത്ത് അല്ലാതെയൊക്കെ പോകുന്നുണ്ട് തോന്നുന്നു. പാസ് കൊടുത്ത് പോകുന്ന കുതിരയിൽ നെറ്റിൽ നമ്പറുണ്ട്. ഈ കുതിരയുടെ ഒക്കെ സൈഡിൽ തൂക്കിയിട്ടെടുക്കുമ്പോൾ നമ്പർ
കുതിരയുടെ നെറ്റിലുണ്ട്. ഇവർ അലോക്കേറ്റ് ചെയ്യുന്ന നമ്പറിലാണ് കുതിരേനെ കയറ്റി വിടുക. നമുക്ക് കുതിരേനെ അലോട്ട് ചെയ്ത് തരാം. ഇതൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ്. ഗ്ലാസ് വിറ്റ് കൊണ്ടുപോകുന്ന കുതിര. നമ്മൾ കയറുന്ന കവാടം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഗേറ്റില്, ഗേറ്റ് വേ അറ്റ് ഗൗരികുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത് വരണം. വൃത്തി പ്രതീക്ഷിക്കരുത്. നമ്മുടെ എത്തിക്സ് ഒന്നും ഇവിടെ പ്രതീക്ഷിക്കുകയേ ചെയ്ത് ഒന്നുമില്ല. ഇടിച്ചു കയറി പോയാൽ പോയി എന്നുള്ള അവസ്ഥയാണ്. നമ്മൾ പോയില്ലെങ്കിൽ വേറെ ഉള്ളത് നമ്മൾ ഇടിച്ചുകൊണ്ട് പോകും. ഇവിടെ ആൾക്കാർക്ക് കയറിപ്പോവാൻ 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ കുതിര നടന്നു പോവാം, ഹെലികോപ്റ്റർ ഉണ്ട്, ഇനി അതുമല്ലെങ്കിൽ ഈ ആൾക്കാരെ ഡോളിയുണ്ട് നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ കാണുമ്പോഴത്തെ. അതും അല്ലാതെ വേറെ സാധനം പുറത്തൊരു കുട്ട വെച്ചിട്ട് അതിലാൾക്കാരെ കയറ്റിക്കൊണ്ടുണ്ട്. കാണിച്ച അതുപോലെ ആൾക്കാരെ കുട്ടയുടെ മുകളിൽ ഇവർ ചുമന്നുകൊണ്ട് പോകും. അങ്ങനെ ഇത്രയും വഴിയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഇതിൽ കുതിര ഹെലികോപ്റ്ററും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇത് വെച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നമ്മൾ വില വീശി എടുക്കുമ്പോഴേക്ക് ഇരിക്കും. നല്ല കയറ്റമാണ്. ഇങ്ങനെ അടുത്തുകൂടെ കുതിര പോയിക്കൊണ്ടിരിക്കും. മഴ തുടങ്ങി. ഞങ്ങളിപ്പോൾ റെയിൻകോട്ടും, ഞങ്ങൾക്ക് റെയിൻകോട്ട്, മഴയ്ക്ക് റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാഴ്ച ഉണ്ട്. ആ മലയും തിരിച്ചു ഈ വെള്ളച്ചാട്ടം പറഞ്ഞു ഭയങ്കര രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ നടന്ന് ഞങ്ങളുടെ ആഫീസ് കൂട്ടി ഏകദേശം ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു. ഇതുവരെ 10-10.5 കിലോമീറ്റർ ഞങ്ങൾ താഴെ നടന്നു തുടങ്ങി. ഇനി ഏകദേശം ഒരു 11 കിലോമീറ്റർ നമുക്ക് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കുതിരയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ കയറാൻ പറ്റുള്ളൂ. ഇത് ഇറക്കി വരുമ്പോൾ നമ്മൾ പോസ് ചെയ്യും, വീണ്ടും നടക്കും. അങ്ങനെ ഇല്ലെങ്കിൽ കുതിര ഇടമല്ലാന്ന് നോക്കില്ല, നേരെ ചവിട്ടി തേച്ചങ്ങ് പോകുള്ളൂ. അതിനെ ചവിട്ടി ഇട്ട് കഴിഞ്ഞാൽ 20 ചവിട്ടേക്കും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചാണ് നമ്മളിവിടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ, മലകളും മഴയത്ത് മഴ കൂടെ പിന്നെ അല്ല കേട്ടോ. പക്ഷെ തറ കാണിച്ചാൽ കേട്ടോ, കംപ്ലീറ്റ് ഈ കറുത്ത അവിടെ കാണുന്ന മൊത്തം കുതിര ചാണകമൊക്കെയാണ്. കുതിര ഇങ്ങനെ പോകുന്ന എനിക്ക് ചാണകം ഇട്ടിട്ട് പോകും. അതിങ്ങനെ അലിഞ്ഞു കഴിഞ്ഞാണ് കിടക്കുക. മഴയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയോണ്ടാണ് ഇങ്ങനെ പോണേ. നല്ല മഴയായി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വെള്ളമൊക്കെ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളിപ്പം നടന്ന് വലിയ ദൂരമൊന്നും കയറില്ല. നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10.98 കിലോമീറ്റർ, ഏകദേശം 11 കിലോമീറ്റർ. അപ്പോൾ 11 കിലോമീറ്ററായി. ഒരിടത്ത് കയറി ഒരു കടയ്ക്കകത്ത് ഇരിക്കുക, ഒരു മാഗിയും പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും നല്ല ഞങ്ങളുടെ ആപ്പീസ് കൂട്ടി, ആപ്പീസ് പൂട്ടൽ 1, ആപ്പീസ് പൂട്ടൽ 2, 3, 3 പേരായി. നല്ല സുഖമുണ്ട്. മഴ, തണുപ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ കുതിര, ഞങ്ങൾ തിന്നുന്നു, കുതിര തിന്നുന്നു. ഈ കുതിരയൊക്കെ അടുത്തോടെ അങ്ങനെ ഭയങ്കര സൂക്ഷിച്ച് ഇറങ്ങാൻ തോന്നും. ഈ സാധനം മറ്റേ എന്താ പറയുക, നടക്കുമ്പോൾ തെന്നി പോകും. എന്നിട്ട് അതിൻ്റെ കാലിൻ്റെ ഇടയിലെങ്ങാനും നമ്മുടെ കാല് വിട്ട് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലാണ്ടായിരിക്കും. എല്ലാ ആളിനെ വെച്ചിട്ട് തന്നെ വേണം. അപ്പം ഇനി കഴിച്ചിട്ട് ബാക്കി കയറാം. ഞാൻ നടന്നു വന്നപ്പോൾ കണ്ടൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞു വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. മഴ കുറഞ്ഞു, തണുപ്പായി തുടങ്ങി. അപ്പോഴാണ് ഒരു സ്ഥലം കേട്ടോ കച്ചറ. അങ്ങ് ദൂരെ മഞ്ഞ് പുതച്ച മലനിരകൾ.
ഇങ്ങനെ നടന്ന് കയറി വരുമ്പോൾ ഇതുപോലത്തെ കാഴ്ചകളാണ് നല്ല എനർജി പറഞ്ഞത്. ഇവന്മാരെല്ലാവരോടും ഒരു ലൈനിൽ കൂടെ പോകാൻ പറയാം. എന്നിട്ട് ഇവർ 2-3 ലൈനിൽ കയറിയിട്ട് മനുഷ്യനെ നടക്കാൻ സമയമില്ല. ഇമാതിരി ജീവനെ ഉപദ്രവിക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ കുതിര പുറത്ത് കയറാണ്ട് പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്ത. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ അടിച്ചും പിടിച്ചൊക്കെ കയറ്റിക്കൊണ്ട് വന്നു. ചിലപ്പോഴൊക്കെ നല്ല അടി കൊടുക്കും. എല്ലാവരും അല്ല കേട്ടോ, ചിലർ അതിനിടയ്ക്ക് 1-2 കുതിര കാലിൽ മുറിവൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പോകുന്നത് കണ്ട. അതിൻ്റെ മുകളിൽ ആൾക്കാരൊന്നുമില്ല, പക്ഷേ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എങ്ങോട്ടേലും കൊണ്ടുപോകുന്നതിനിടയ്ക്ക് മുറിവ് പറ്റിയതോ മറ്റോ ആയിരിക്കും. അങ്ങനെ എന്തായാലും മനസ്സ് സമ്മതിക്കുന്നില്ല ഇതിൻ്റെ ഒന്ന് പുറത്ത് കയറി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുതിരപ്പുറം എടുക്കാത്തത്. അത് നടന്ന് പോകുന്നൊരു എക്സ്പീരിയൻസ് ഇങ്ങോട്ടായിരിക്കും എന്ന് വിചാരിച്ചു. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. അതായത് ഹെലികോപ്റ്റർ അങ്ങനെ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നടക്കുന്നതിൻ്റെ ഇതൊന്നും അവിടെ കിട്ടില്ല. ഇപ്പം നാളെ തിരിച്ചിറങ്ങാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഡ്രോൺ എടുത്തിട്ട് വന്നു, പക്ഷെ പറപ്പിക്കാനുള്ളൊരു സ്പേസ് ഇട്ടാവും. ഭയങ്കര തിരക്ക്. നോക്കട്ടെ, മേളിൽ ചെന്നിട്ട് പറ്റുമോ നോക്കാം. അപ്പം നമ്മളിപ്പോൾ കയറി ഭിൻബാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ആക്ച്വലി ഇതിൻ്റെ ഇടയിലുള്ളൊരു ഹോൾട്ടിംഗ് പോയിൻ്റാണ്. കുറച്ച് റെസ്റ്റോറൻറ്റ്സും കുറച്ച് വീടുകളൊക്കെ, വീടുകളാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ വീടില്ല, ഈ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. ലെൻസി വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഇനിയുണ്ട് 10 കിലോമീറ്റർ ദൂരം തോന്നും. ലിൻചൗളി 6 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കേദാറിഞ്ഞ് അത്ര ദൂരം ഇവിടെ എഴുതിയിട്ടില്ല. സോ മോറോലെസ് ഒരു 9 കിലോമീറ്റർ ഉണ്ടാവണം. കുതിര ബ്ലോക്കൊക്കെ വഴി. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മുടെ നടത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ അവിടെയൊക്കെ അതുവഴിയാണ് നമ്മൾ ഇനി കയറിപ്പോണ്ടേ. ആ പാലത്തിൽ കൂടെ ഒക്കെ അങ്ങ് മേളിൽ വരെ ഉണ്ട്. താഴെ ഒരു പാലം ചിലപ്പോൾ കാണും. അതാണ് നമ്മൾ ആദ്യം കണ്ട പാലം. അതിലേക്ക് കൂടെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അതിലേ പോയി അവിടെ ചെന്ന് ജോയിൻ ചെയ്യും. നമ്മളീ പോകുന്നത് വേറൊരു വഴിയാണ്. ഞാൻ അതിന് വെച്ചാൽ അതിൽ കൂടെ ആവും പോകുന്നു. പക്ഷെ കയറി വന്നിട്ട് ഈ വഴിയായിട്ട് ഇത് ഷോർട്ട് കട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നല്ല കയറ്റമായിരിക്കും. ഇവിടെ കണ്ടു പോകുന്നുണ്ട്. വേഗം ദൂരെ കാണാൻ പറ്റില്ല. ആൾക്കാരൊക്കെ പതുക്കെ കയറി പോകുന്നു. വളഞ്ഞ് ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പം ഏകദേശം എത്ര കിലോമീറ്ററായി? 13 കിലോമീറ്ററോളായി. 12.25 കഴിയും ആയി. ഏകദേശം 12.25 കിലോമീറ്റർ നടന്നു. ഇനിയുണ്ട് 8 കിലോമീറ്റർ നടക്കാൻ വേണ്ടി. നമ്മൾ ഏകദേശം 14 കിലോമീറ്റർ മൊത്തം കയറി. 14.5 കിലോമീറ്റർ. പുറകിൽ കണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാണിച്ചു തരാവേ. നല്ല മഞ്ഞാണ്. ഈ മഞ്ഞ് താഴേന്ന് കയറി വന്നതാണ് ആക്ച്വലി. ഇങ്ങനെ പോയി അങ്ങ് അവിടെ ദൂരെ നമുക്ക് മേളിൽ മഞ്ഞുള്ള മലയെ കാണാൻ. നമുക്ക് പോയി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേളിൽ നിന്ന് കുതിരയും സാധനങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വലിയ താമസം നമ്മൾ തിരിഞ്ഞു. എന്തായാലും ഇന്നൊരു ടൈമാവും മേളിലെത്തുന്നുണ്ട്. ഒരു സേലേക്ക് ഒരു 10-11 ആവുന്നുണ്ടാവും മിക്കവാറും മേളിലൊക്കെ ഉണ്ട്. നമ്മൾ വളരെ പതുക്കെയാണ് കാരണം. അപ്പോൾ ഇന്ന് എന്തായാലും തൊഴാൻ പറ്റില്ല. നാളെ തൊഴിലിട്ട് തിരിച്ചിറങ്ങാനാണ് നമ്മൾ പ്ലാൻ. രാത്രി 10 മണി കഴിഞ്ഞു. 10:10 ഞങ്ങൾ കേദാർനാഥ് അമ്പലത്തിനൊരു 4-5 കിലോമീറ്റർ മുന്നേ ഒരു സ്ഥലത്തൊരു എന്താ പറയുക ക്യാമ്പിനകത്ത് കയറി. ടെൻ്റാണ് ഈ സെറ്റപ്പ്. എന്തായാലും കാണാം, എല്ലാം കാണാം. അതെ തന്നെ, ഇങ്ങനെയൊരു ടെൻ്റാണ്. ഒരാളവിടെ കിടക്കും. അങ്ങനെ ഞങ്ങളൊരു ടെൻറ്റിനകത്ത് കയറി. ഇനി അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇവിടെ നിന്ന് ലഗേജ് എടുത്ത് തിരിച്ചിറങ്ങാനാണ് പരിപാടി. അപ്പോൾ ലഗേജ് ഇല്ലാണ്ട് നമുക്ക് കയറാം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ
ഗുഡ് നൈറ്റ്. ബാക്കി നാളത്തെ പരിപാടികൾ ചെയ്താലേ